ലീഗും കോൺഗ്രസുമായുള്ള ഈ ചർച്ച നീണ്ടുപോകുന്നത് മറ്റൊരു പ്രശ്നത്തിന് കൂടി കാരണമായിരിക്കുകയാണ്. കോട്ടയത്ത് കേരള കോൺഗ്രസുകളുടെ നേർക്കുനേർ പോരാട്ടമാണ്. അവിടെ UDF-ൽ സീറ്റ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിനാണ്. പക്ഷേ LDF-ൽ കേരള കോൺഗ്രസ് മാണി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. തോമസ് ചാഴികാടൻ പ്രചാരണവും തുടങ്ങിക്കഴിഞ്ഞു. പക്ഷേ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് ഇതുവരെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഫ്രാൻസിസ് ജോർജാണ് അവരുടെ മനസ്സിലുള്ളത്. പക്ഷേ ഫ്രാൻസിസ് ജോർജിനെ ഇറക്കാൻ കഴിയാതെ വരുന്നത് ഇപ്പോൾ ലീഗും കോൺഗ്രസും തമ്മിലുള്ള ചർച്ച പൂർത്തിയാകാത്തതാണ്. കോട്ടയം സീറ്റുമായി ഇതിന് ബന്ധമില്ല എങ്കിൽ പോലും ഔദ്യോഗികമായിട്ടുള്ള ഒരു പ്രഖ്യാപനം സാധ്യമാകുന്നില്ല. ഇത് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തെ കുഴയ്ക്കുകയാണ്. ഇപ്പോൾ കൂടുതൽ വിവരങ്ങൾ നൽകാൻ ജി ശ്രീജിത്തിന്റെ റിപ്പോർട്ട് കാണാം. ഇന്ന് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലേക്ക് കടക്കാനായിരുന്നു കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൽ ഉണ്ടായിരിക്കുന്ന ധാരണ. നേരത്തെ തന്നെ കഴിഞ്ഞ UDF യോഗത്തിന് ഏതാണ്ട് 5-ാം തീയതി ചേർന്ന UDF യോഗത്തിന് പിന്നാലെ 6-ാം തീയതി പ്രഖ്യാപിക്കാൻ അവർ തീരുമാനിച്ചിരുന്നു. പക്ഷേ UDF-ലെ ചർച്ച തുടരുന്നൊരു സാഹചര്യത്തിലാണ് അന്ന് പ്രഖ്യാപനം മാറ്റിവെച്ചത്. ഇന്നും നമുക്ക് ലഭ്യമാകുന്ന വിവരമനുസരിച്ച് ലീഗും കോൺഗ്രസും തമ്മിലുള്ള സീറ്റ് വിഭജനത്തിൽ അന്തിമ തീരുമാനമുണ്ടായില്ല. ഇതാണ് ഈ ഒരു പ്രഖ്യാപനത്തിലേക്ക് കടക്കുന്നതിൽ കേരള കോൺഗ്രസിന് മുന്നിൽ വിലങ്ങുതടിയായത്. ജോസ് കെ മാണി വിഭാഗം ഇതിനകം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് മുന്നോട്ട് പോയ സാഹചര്യം PJ ജോസഫ് UDF നേതൃത്വത്തെ ചൂണ്ടിക്കാട്ടി. അതുകൊണ്ട് തന്നെ തങ്ങൾക്കിനി വൈകാനാകില്ല, വേഗത്തിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തി പ്രചരണത്തിലേക്ക് കടക്കണമെന്ന നിലപാട് ജോസഫ് ഗ്രൂപ്പ് അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ അവർ അനുമതിയും തേടിയിട്ടുണ്ട്. കോൺഗ്രസ് നേതൃത്വം ഇതിന് അനുമതി നൽകിയിട്ടുണ്ട്. അതായത് കൊല്ലത്ത് RSPക്കും കോട്ടയത്തെ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിനും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ അനുമതി നൽകിയിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അങ്ങനെ വരുമ്പോൾ ഒരുപക്ഷെ നാളെയോ മറ്റന്നാളോ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകും. കോട്ടയത്തായിരിക്കും വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്തായിരിക്കും PJ ജോസഫ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുക. ഫ്രാൻസിസ് ജോർജ് തന്നെ സ്ഥാനാർത്ഥിയാകും എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും ഒടുവിലും സ്ഥിരീകരിക്കാൻ കഴിയുന്ന റിപ്പോർട്ടുകളുള്ളത്. ഫ്രാൻസിസ് ജോർജിനായി പോസ്റ്ററുകൾ ഉൾപ്പെടെ പതിപ്പിച്ചുകൊണ്ട് വളരെ പെട്ടെന്ന് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലേക്ക് കടക്കുക, ചുവരുകൾ നിറയ്ക്കുക, അങ്ങനെ കേരള കോൺഗ്രസ് ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്കൊപ്പം തന്നെ പ്രചരണത്തിൽ എത്തി മുന്നേറ്റം നടത്തുക എന്നുള്ളതാണ് UDF ക്യാമ്പിൻ്റെ ഒരു വിലയിരുത്തൽ ഉള്ളത്. താഴെത്തട്ടിലുള്ള പ്രവർത്തനങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞു. എന്തായാലും K സുരേന്ദ്രന്റെ യാത്ര കഴിഞ്ഞാൽ BDJS-ഉം സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തുമെന്നാണ് അറിയുന്നത്. തുഷാർ വെള്ളാപ്പള്ളി തന്നെ മത്സരിക്കുമെന്നും അറിയുന്നു. അത് ഒരു പുതിയ രാഷ്ട്രീയ വോട്ടെടുപ്പിനുള്ള സാധ്യത കൂടി കോട്ടയത്ത് തെളിയുന്നു എന്നുള്ളതാണ് എടുത്ത് പറയാനുള്ളത്. എന്തായാലും ഒരു ത്രികോണ പോരാട്ടത്തിന് കോട്ടയം വേദിയാകുകയാണ്. കോട്ടയത്ത് UDF-ന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം എന്തായാലും വൈകില്ല. 2 ദിവസത്തിനുള്ളിൽ തന്നെ ഫ്രാൻസിസ് ജോർജിനെ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിക്കും. വയനാട്ടിലേക്ക് പോവുകയാണ്. വയനാട്ടിൽ ഭീതി പരത്തുന്ന ബേലൂർ മഖനയെ പിടികൂടാൻ ഇതുവരെ വനവകുപ്പിന് കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഇന്ന് ഇക്കാര്യത്തിൽ ഒരു ടേണിംഗ് പോയിന്റ് ഉണ്ടായിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഉൾവനത്തിലേക്ക് പോയ ബേലൂർ മഖന ഇന്ന് കാടിറങ്ങിയിരിക്കുകയാണ്. ഒരു സ്വകാര്യ വ്യക്തിയുടെ കൃഷിയിടത്തിൽ ഈ ആനയെ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ മയക്കുപിടി വയ്ക്കുവാനുള്ള ശ്രമം തുടരുന്നു. കൂടുതൽ വിവരങ്ങൾ നൽകാൻ MS അനീഷ് കുമാർ ചേരുകയാണ്.